ടി-20 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവിയറിയാതെ കുതിക്കുന്ന ഇന്ത്യക്ക് സെമി ഫൈനൽ കാണാതെ പുറത്താകേണ്ടി വരുമെന്നുള്ള പ്രവചനവുമായി വന്നിരിക്കുകയാണ് മുൻ പാക് പേസറായിട്ടുള്ള മുഹമ്മദ് അമീർ. സൂപ്പർ 8-ൽ നിന്നും ദക്ഷിണാഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും സെമിയിലേക്ക് പോകുമെന്നും ഇന്ത്യ പുറത്താവുമെന്നും അമീർ തീർത്ത് പറഞ്ഞിട്ടാ. ഇന്ത്യൻ വിജയങ്ങൾ കടലാസിൽ മികച്ചതായി തോന്നാമെങ്കിലും ബാറ്റിംഗിൽ കാര്യമായ ഒന്നും നേടാൻ പറ്റിയിട്ടില്ല എന്നാണ് എടുത്തു പറഞ്ഞത്. പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരം ഒഴികെ മറ്റെല്ലാ കളികളിലും ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ച നേരിട്ടു. നമീബിയ, നെതർലാൻഡ്, USA തുടങ്ങിയ ടീമുകൾക്ക് മുന്നിൽ പോലും ഇന്ത്യൻ ബാറ്റർമാർ വിയർത്തു. പവർ പ്ലേയിൽ യുവ ഓപ്പണർ അഭിഷേക് ശർമ്മ തുടർച്ചയായി 3 ഡക്കായിട്ടാണ് പുറത്തായിരിക്കുന്നത്. അതിപ്പോഴും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. സൂപ്പർ 8-ലെ സമ്മർദ്ദം കൂടുമ്പോൾ ഇന്ത്യ പതറാൻ സാധ്യതയുണ്ടെന്ന് അമീർ എടുത്തു പറഞ്ഞുട്ടാ. സൂപ്പർ 8-ലെ എ ഗ്രൂപ്പിൽ നിന്നും ദക്ഷിണാഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് സെമിയിലെത്താൻ പോകുന്നത്. ഈ രണ്ട് ടീമുകൾക്കും നിലവിലെ ഇന്ത്യൻ ടീമിനെ തകർക്കാനുള്ള ശേഷിയുണ്ടെന്നും അവരത് ചെയ്യുമെന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. അമീർ ഇതിനു മുൻപ് കൊടുത്ത വാർത്താ സമ്മേളനത്തിലും അഭിഷേക് ശർമ്മയെ അടിച്ചാക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അഭിഷേക് ശർമ്മ വെറും സ്ലോഗറാണെന്നും അഭിഷേക് ശർമ്മ എന്തെങ്കിലും ഒരു കളി കളിക്കുള്ളൂ, അത് നല്ല രീതിയിൽ കളിക്കുമെന്നും ബാക്കിയുള്ള കളികളെല്ലാം 0 റണ്ണിന് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അന്ന് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫെബ്രുവരി 22-ന് അഹമ്മദാബാദിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ 8-ലെ മത്സരം വരുന്നത്. തുടർന്ന് ഫെബ്രുവരി 26-ന് സിംബാബ്വേയുടെ, മാർച്ച് 1-ന് ഈഡൻ ഗാർഡനിൽ വെസ്റ്റ് ഇൻഡീസുമായിട്ടും ഇന്ത്യ നേരിടുന്നുണ്ട്. അമീറിന്റെ പ്രവചനം വെറുതെയാകുമോ, അത് ഇന്ത്യ ശരിക്കും വിയർക്കുമോ എന്നെല്ലാം വരും ദിവസങ്ങളിൽ അറിയാം. ആധികാരികമായിട്ട് വിജയങ്ങൾ സ്വന്തമാക്കിയാണ് ഇന്ത്യ സൂപ്പർ 8-ലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. കളിച്ച 4 കളികളിലും എതിരാളികളെ പഞ്ഞിക്കിട്ട ഇന്ത്യ ലോകകപ്പിലെ ഏറ്റവും ശക്തരാണെന്ന ടീമാണെന്ന് നിസ്സംശയം പറയാം. നായകൻ സൂര്യകുമാർ യാദവും ഇഷാൻ കിഷാനും തുടരുന്ന മികച്ച ഫോമുകൾ തന്നെയാണ് ഇന്ത്യക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത്. കളിച്ച 3 കളികളിലും റൺ നേടാതെ അഭിഷേക് ശർമ്മ പുറത്തായെങ്കിലും സൂപ്പർ 8-ൽ അദ്ദേഹം ഫോം കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് നിര അതിശക്തമാവുകയും ചെയ്യും. നിലവിൽ മിഡിൽ ഓർഡറിൽ കളിക്കുന്ന ശിവൻ ദുബെയും ഹാർദിക് പാണ്ഡ്യയും ഫോമിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആവും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്റിംഗ് നിരയിൽ പ്രത്യേകിച്ച് അഴിച്ചുപണിയുടെ ആവശ്യമില്ല എന്നൊക്കെയാണ് എടുത്ത് പറയേണ്ടത് കേട്ടോ.